ഇവിടെ ആരും ഇല്ലേ? എപ്പ വന്നാലും ഇങ്ങനെ തന്നെ കാലിയായി കിടക്കുന്നതാണ്. ഈ വരവിനെങ്കിൽ ഈ മാവ് ഒന്ന് കബൂലായി കിട്ടിയാൽ മതി. ഇതുകൊണ്ടേ ഞാൻ പോവും. കൊറേ കാലായാലോ പിന്നാലെ നടക്കാൻ തുടങ്ങിട്ട്. വല്ലത് നടക്കോ? ഞാൻ എന്റെ പിന്നാലെ അല്ലല്ലോ നടക്കണേ, മാവിന്റെ പിന്നാലെ അല്ല നടക്കണേ. അതെന്താ പറയണേ? ഈ പണ്ടാരം ഇങ്ങനെ നിക്കണ കാരണം ഇതിപ്പോ മൂന്നാമത്തെ തവണ മിച്ചടിക്കണം. ഉടനെങ്ങാനൊന്ന് വെട്ടിക്കൊണ്ട് പോവോ? നീ അടങ്ങ്, ഞാൻ വെട്ടിത്തരാ. വിലയിലൊന്ന് ഉറക്കട്ടെ. എന്താടി ഇവിടെ ഒരു പഞ്ചാര? നിനക്ക് കിന്നരിക്കായി കളവിനെ കിട്ടിയുള്ളൂ. പോടി. തന്നു വന്നിപ്പോ പെമ്പിളർക്ക് പ്രായവും നോട്ടല്ല രൂപവും നോട്ടമില്ല. തനിങ് വന്നേ. എന്താ ഈ പരിപാടി? അല്ല മേന്നെ, നമുക്ക് ഈ മാവിന്റെ കാര്യം വല്ലതും നടക്കുവോ? നടന്ന് എന്റെ ചെരുപ്പ് തേഞ്ഞി. എടോ, തൊട്ട് തരാമെന്നുണ്ടെങ്കിൽ ഈ വീട് വരെ പൊളിച്ചു വെക്കാൻ ഞാൻ റെഡിയാ. പക്ഷെ സർവ്വ അധികാരങ്ങളും അച്ഛൻ കൊടുത്തിരിക്കുന്ന കുടുംബവക്കീല് ലാലിനല്ലേ. അയാൾക്കാണെങ്കിൽ കേസുമില്ല, കാര്യസ്ഥ പണിക്ക് സമയമില്ല. എപ്പോഴും വെപ്രാളല്ലേ വെപ്രാളം. അല്ല അത് പോട്ടെ, മാവ് വാങ്ങി തന്ന കമ്മീഷൻ കിട്ടും. അച്ഛന്റെ മാവ് മുറിക്കാൻ മോന് കമ്മീഷനോ? മാവ് വേണമെങ്കിൽ മതി. ശരി, ഏറ്റു. നമുക്ക് എങ്ങനെങ്കിലും ഇതൊന്ന് കബൂലാക്കി തന്നാ മതി. എന്നാ വാ. മാവിന്റെ കാര്യം അങ്ങോട്ട് വാണ് വിട്ടതുപോലെ പായുന്നേ. മുത്തശ്ശനെ കണ്ടൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അപ്പൊ നമ്മളെ മാവ് ചത്തിട്ട് പോരെ? ഇപ്പൊ എനിക്ക് സമയമില്ല. ചാവാനോ? അല്ല, തന്റെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല. താൻ പോയിട്ട് പിന്നെ വാ. വലട്ടമ്പാ. എന്നാ പോയപ്പോ കെട്ടിയോൻ രാവിലെ കട്ടിലേന്ന് പൊങ്ങിയോ ഇടത്തി? രാവിലെ എങ്ങോട്ടോ പോവാൻ ഒരുങ്ങ. ടൗൺ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചതാ. എന്തിന്? ചുമ്മാ. എന്താണ് വക്കീലെ? വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. എടോ വക്കീലെ, എന്താടോ ഇത്? സാറിയർ അല്ല, കൊറിയർ. ഓടി വന്നപ്പോ എന്റെ കാല് സ്ലിപ്പായി. എവൾ എന്റെ ഇടയിലുമായി. കുറെ കാലമായി ഞാൻ കാണുന്നു ഈ തട്ടലും മുട്ടലും. കേട്ടില്ലേ, നിരപരാധിയായി ഞാൻ പഴി കേൾക്കുന്നത്. എന്തിനാ കുട്ടി ഞാൻ സ്ലിപ്പാവുമ്പോ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? ഇനി ഇത് ആവർത്തിക്കരുത്. പൊടി. മുത്തശ്ശ, ഒരു ചൂടുള്ള വാർത്ത ഞാൻ ചോർത്തെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മാന്റെ കേസ് അന്വേഷിക്കാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ പോസ്റ്റ്മാൻ ഒരു പോസ്റ്റ് കവർ തന്നു. പൊട്ടിച്ചു നോക്കിയപ്പോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. നമ്മുടെ അനുപമയ്ക്ക് ജോലി കിട്ടി. സന്തോഷായില്ലേ? എനിക്കിഷ്ടായില്ല. ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും ജോലിക്ക് പോയ പാരമ്പര്യമില്ല. ഒരാണും മേലനങ്ങി ജോലി ചെയ്ത പാരമ്പര്യവും ഇവിടെ ഇല്ല. എന്റെ അനന്തേട്ട നിസാര ജോലിയൊന്നുമല്ല. എയർ ഹോസ്റ്റസ്, എയർ ഹോസ്റ്റസ്. ആകാശത്തിൽ എന്ന് പറഞ്ഞാ അറിയില്ലല്ലേ? വിമാനത്തിലെ യാത്രക്കാർക്ക് ചായ, കാപ്പി, ബിസ്ക്കറ്റ്, കൂൾ ഡ്രിങ്ക്സ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ ചിരിച്ചോണ്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് സപ്ലൈ ചെയ്യുന്ന ലലനാമണികളാണ് എയർ ഹോസ്റ്റസ്. അതായത് സപ്ലയർ. ഇനി ഇവക്ക് സപ്ലൈ ആണെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നാ പോരെ? വെറുതെ എന്തിനാ ആകാശത്തിലൂടെ പോണവർക്കൊക്കെ കൊടുക്കാൻ നടക്കണത്? മോശം. അയ്യോ അനന്തേട്ടാ, വിമാനത്തിലെ സപ്ലയർക്ക് നല്ല വെയിറ്റാ. അറിയാൻ മേലാഞ്ഞിട്ടാ. അതങ്ങനെ പഠിക്കാൻ വിട്ട സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ ഇരിക്കും. മുത്തച്ഛനത്തെ അഭിപ്രായം ഒന്നും പറയാതെ. വക്കീലെ, തെറ്റ് പറ്റിയത് എനിക്കാ. എന്റെ കൺമുന്നിൽ നിന്ന് അകലെ വിട്ട് പഠിപ്പിച്ചു. ഇനി അവൾ എന്റെ കൺവട്ടത്ത് നിൽക്കില്ല. വേണ്ട, എനിക്ക് സഹിക്കാനാവില്ല. അവൾക്ക് ജോലിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടി. അതെ, അതാണ് നല്ലത്. ഒന്നുമില്ലല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഒരു അന്തസ്സല്ലേ. താൻ ഇതുവരെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇതുവരെ പറഞ്ഞതും അങ്ങനെയൊക്കെ തന്നെ. മനസ്സിലാഞ്ഞിട്ട് വക്കീലല്ലേ, മാറ്റി പറയും. ബാല, അനന്ത, ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. വക്കീലെ, വഴിച്ചലും എന്താ കൊടുത്തോളൂ. ഇത്രേ ഉള്ളൂ. തിരിച്ചു വരുമ്പോ കണക്ക് തരാൻ മറക്കരുത്. കള്ള കണക്കായിരിക്കരുത്. ഗുഡ് മോർണിംഗ്. മോളെ അനുപമ കൈ വിടും. പിടിയാലെ കൊണ്ടുവന്നതിന്റെ ദേഷ്യത്തിലാ അവള്. മൂക്ക് തിരുമ്പി നിൽക്കാതെ അച്ഛനെ വിളിക്കേ. മോളെ, അവളെവിടെ? വന്നു, ദേഷ്യത്തിൽ കഥ കടച്ചു. എന്റെ മാറ്റി പോയി. ഒന്ന് മാറണോ കോന്ത? മോളെ അനുപമേ, വാതിലുറക്ക്. ഇന്നോളം മുത്തശ്ശനെ കാണാൻ തിരക്ക് കൂട്ടി വരുന്ന എന്റെ കൊച്ചുകുട്ടിയെ എനിക്കേ അറിയൂ. എന്തിനാ നീ മുഖം വീർപ്പിച്ചിരിക്കണത്? കുട്ടിക്കാലം മുതലേ വാശി പിടിച്ച് കാര്യം നേടാൻ നീ മിടിക്കുക. പക്ഷെ ഇക്കാര്യത്തിൽ ഇത് നടപ്പില്ല. ഇത് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. എനിക്ക് മനസ്സിലാവണില്ല ഒന്നും. മക്കൾക്കൊരു നല്ല ജോലി കിട്ടാന്നുള്ളത് ഏതൊരു പാരന്റ്സിന്റെ ആഗ്രഹം. ഇവിടെ എന്ത് പറ്റി എല്ലാവർക്കും? നീ കൈവിട്ടു പോകുന്ന കാണാനുള്ള ശേഷി എനിക്കില്ല. നിന്റെ അച്ഛനമ്മയും മരിക്കുമ്പോ നിനക്ക് 4 വയസ്സാ. അന്നു മുതൽ ഇന്നോളം ഈ കൈത്തണ്ട കിടന്നാ നീ വളർന്നത്. എന്റെ മരണം വരെ എന്റെ കുട്ടി എന്നോടൊപ്പം ഉണ്ടാവണം. പിന്നെ എന്തിനാ മുത്തശ്ശൻ എന്നെ ഇത്രയും പഠിപ്പിച്ചത്? ഈ കുഗ്രാമത്തിൽ ജീവിക്കാനാ? ഈ അടുക്കള പുക കൊള്ളാനാ? വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നല്ലേ?
ഞാൻ സംസാരിക്കുന്നത് മുത്തശ്ശനോടാ. ഞാൻ പറഞ്ഞത് മുത്തശ്ശനോടാ. തർക്കം വേണ്ട, എന്റെ തീരുമാനം അങ്ങോട്ട് പറയാം. ഈ തറവാട്ടിൽ ഇതുവരെ പ്രായമായ പെൺകുട്ടികളെ ജോലിക്കല്ല അയക്കാറ്, കല്യാണം കഴിപ്പിച്ച. ഡോക്ടറായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു നിന്നെ ഒരു ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. ഭാഗ്യത്തിന് നിന്റെ 2 മുറച്ചക്കന്മാരും ഡോക്ടർമാരാ. മൃഗ ഡോക്ടർ മോഹനകൃഷ്ണൻ, ആയുർവേദ ഡോക്ടർ ഓമനക്കുട്ടൻ. മുത്തശ്ശ, എനിക്ക് ഒന്നും പറയണ്ട, പറഞ്ഞ അനുസരിച്ചാ മതി. അങ്ങനെ. ഓ, അകത്തെന്താ നടന്നത്? അകത്തെ ഞങ്ങൾ കാർന്നോമാര് തമ്മിൽ പലതും തീരുമാനിച്ചു. പറ. എന്തോന്ന് പറയാൻ? ഭാഗം വെച്ച് കിട്ടിയ സ്വത്തൊക്കെ മത്സരിച്ച് വിറ്റ് 2 പേരും കൂടി പുട്ടടിച്ചില്ലേ? പോരാത്തതിന് വാശിയോടെ 5-6 പെമ്പിള്ളേരെയും കുറെ തീരാക്കടോ സൃഷ്ടിച്ചില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞില്ല. ആ പെങ്കുച്ച് കൈവിട്ട് പോയാ ആ നിമിഷം നിങ്ങൾ 2 വഴിയാധാരവും. അത് ഓർത്തിട്ടാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടത്. നിങ്ങളിൽ ഒരാൾക്ക് ലോട്ടറി അടിക്കാൻ പോകുന്നു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ. ഓ, ആ ലോട്ടറി അല്ല, ഈ കണ്ണത്താ ദൂരം കിടക്കുന്ന സ്വത്തിന്റെ ഏക അവകാശിയായ അനുപമയെ നിങ്ങൾ 2 പേരിൽ ഒരാളുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. എന്റെ മകൻ മോഹനകൃഷ്ണൻ അവക്ക് നന്നായിട്ട് ചേരും. എന്റെ മോനെന്തൊരു കുറവ്. അറമ്പന. ആ. നിങ്ങൾ ഇങ്ങനെ കടിച്ചു കയറാൻ നിൽക്കാതെ നിങ്ങളുടെ ആമക്കളെ വിളിക്കേ. അങ്ങനെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ പഠിച്ച് ധാരാളം വലിയ പേഷ്യൻസ് ഉള്ള ഒരു ഡോക്ടറായി. മൃഗ ഡോക്ടറല്ലേ? അങ്ങനെ പറയരുത്. ഒരു MBBS ഡോക്ടറും വെറ്റിനറി ഡോക്ടറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ മനുഷ്യരെ ചികിത്സിക്കുന്നു, ഞങ്ങൾ മൃഗങ്ങളെ ചികിത്സിക്കുന്നു. അപ്പോ മൃഗങ്ങളുമായിട്ടാണല്ലേ കൂടുതൽ സമ്പർക്കം? അതെ. കണ്ടാലറിയാം. എനിക്ക് കാര്യം പറ. അനുപമ കുറച്ചുകൂടി സോഫ്റ്റ് ആയാലേ ഞാൻ പറയൂ. ശരി, പറയണം. അത് മുത്തശ്ശൻ ഇനി ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അതും കൂടി എനിക്ക് നിറവേറ്റണം. ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണല്ലോ നമ്മൾ. ഓമനക്കുട്ടനുണ്ടായിരുന്നല്ലോ നമ്മുടെ കൂടെ കളിക്കാൻ. അവന് കളിക്കാൻ വല്ല അറിയോ? അനുപമയ്ക്ക് എന്റെ കൂടെ കളിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ഓർക്കാഞ്ഞിട്ടാ. ഇപ്പോൾ എന്റെ സ്വപ്നത്തിൽ മുഴുവൻ അനുപമയാണ്. നമ്മുടെ കല്യാണം, ഹണിമൂണിന് പ്രകൃതി രമണീയമായ ഒരു ബെസ്റ്റ് പ്ലേസ് ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ. ഭൂതത്താങ്കെട്ട്. നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? ഒരാളെ ഞവരക്കിടാണ്ടായിരുന്നു. ഞാൻ ലേറ്റായോ? ആ മോഹനകൃഷ്ണൻ അവളുടെ റൂമിൽ കയറി സൊല്ലാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. സൊള്ളാനോ? എന്നാ വേഗം കയറി ചെല്ലടാ മോനെ. ചെല്ലേ. അയ്യടാ, മോനെ ശൃംഗരിക്കാൻ വിട്ടിട്ട് കാവല് നിൽക്കുന്ന തന്തയും തള്ളി. നീ ആദ്യം പോടാ. മുട്ടാവാതില്ല. അവരെ ശല്യപ്പെടുത്തരുത്. അത് പറയാൻ ഇങ്ങേർക്ക് എന്താ അവകാശം? കെട്ടാൻ പോണത് എന്റെ മോന. നീ പോയി മുട്ടാ. എന്നാ വേണ്ട, ഞാൻ എന്താ ഇത്? ഒന്ന് മാറിയേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. എന്തിനെ? എനിക്കൊന്ന് മിണ്ടണം. നീ ഇനി മുണ്ടണ്ട. ഞങ്ങളുടെ കാര്യം ഏകദേശം ഫിക്സ് ആയി. ഫിക്സ് ചെയ്യാൻ നീ എന്താ ക്വിക്ക് ഫിക്സ് ആയിട്ടാണ് അകത്തേക്ക് പോയത്? എടാ, എനിക്ക് 4 വയസ്സുള്ളപ്പോ ഞാൻ അവളുടെ I love you എന്ന് പറഞ്ഞിട്ടുള്ളതാ. അന്ന് 1 വയസ്സുണ്ടായിരുന്നു ഇവക്ക്. അതിന്റെ അർത്ഥം മനസ്സിലായില്ലടാ മണ്ട. മഴ മണ്ട, അതിന് നീ വിഷമിക്കണ്ട. ഇവൻ അകത്തെ ഒന്നുകൂടെ പറഞ്ഞോളും I love you എന്ന്. കേറി ചെല്ലടാ. ഈ കഥകൾ ആര് തൊട്ടാലും മൂക്കിടിക്കും. ഒരു പശുത്തൊഴുത്തിന്റെ മണം. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എരുമച്ചാണവും മൂത്രവും കൂടെ മിക്സ് ചെയ്യുന്ന നാറ്റമായിരിക്കും മൃഗ ഡോക്ടർമാർക്ക്. ഓമനക്കുട്ടൻ വന്നു കയറിയപ്പോ ഒരു കഷായത്തിന്റെ സ്മെല്ലാണല്ലോ വരുന്നത്. ഇത് ആയുർവേദ സോപ്പിട്ട് കുളിച്ചാ പൊയ്ക്കോളും. എങ്കിൽ വേഗം കുളിക്കേ. അയ്യോ, അതിനൊന്നും ഇപ്പൊ സമയമില്ല. ഒരുപാട് പേഷ്യൻസോട് വെയിറ്റ് ചെയ്യല്ലേ. എന്നാ വേഗം ചെല്ലാൻ നോക്ക്. പേഷ്യൻസിനേക്കാളും എനിക്ക് വലുത് എന്റെ കുറുന്തോട്ടിയാ. കുറുന്തോട്ടിയോ? അനുപമയെ ഞാൻ അങ്ങനെ വിളിക്കും. ധാരാളം ഔഷധ ഗുണമുള്ള സാധനമാണ് കുറുന്തോട്ടി. എന്നെ വേണമെങ്കിൽ കറുക പുല്ലേന്നോ തഴുത ആമയെന്നോ ശതാവരി കിഴങ്ങേന്നോ വിളിച്ചോളൂ. എങ്കിൽ ഞാനേ കിഴങ്ങൻ എന്ന് വിളിക്കാം. വിളിച്ചോളൂ. അതിന്റെ കൂടെ കുറച്ച് മധുരം കൂടി ചേർത്ത് മധുരക്കിഴങ്ങാന്ന് വിളിച്ചൂടെ? ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാ. എന്റെ കുറുന്തോട്ടിയെ സ്വന്തമായി കിട്ടാനായി കല്യാണത്തിന്റെ അന്ന് തല മുണ്ടനം ചെയ്യാമെന്ന് വരെ നേർച്ച നേർന്നിട്ടുള്ളതാണ് ഞാൻ. എങ്കിൽ നല്ല ഭംഗിയായിരിക്കും. താങ്ക് യു. വിവാഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളാ. കല്യാണം കഴിഞ്ഞ് ഒരു നീണ്ട തീർത്ഥാടനം, പഴനിയിൽ ഒരു കാവടി തുള്ളൽ, ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹര, രാമേശത്ത് ഒരു ശയന പ്രദക്ഷിണം, കത്തി ജ്വലിക്കുന്ന തീക്കുണ്ടത്തിലൂടെ ഒരാഴിയാട്ടം. എല്ലാം നമ്മൾ ഒരുമിച്ച. ഇതാ എന്റെ കഠിന നേർച്ച. സന്തോഷായില്ല എന്റെ കുറുന്തോട്ടിക്ക്?